ദയവായി സൂത്രം. ദയവായി എന്ന സൂത്രം എന്നാൽ എന്ത്? ദയവായി എന്ന സൂത്രം വാക്യത്തിൽ എങ്ങനെ പറയണമെന്നത് വിവരിച്ച് പറയുന്നത് ശ്രദ്ധിക്കൂ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ദയവായി സൂത്രം വാക്യത്തിന്റെ ആദ്യം വരുമ്പോൾ ദയവായി കഴിക്കൂ, ദയവായി പറയൂ, ദയവായി പാടൂ, ദയവായി നമസ്കരിക്കൂ, ദയവായി പോകൂ, ദയവായി ഉറങ്ങൂ, ദയവായി വായിക്കൂ, ദയവായി എഴുതൂ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ദയവായി എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷിൽ വാക്ക് പ്ലീസ് എന്നാണ്. പൊതുവായി പറഞ്ഞാൽ നമ്മളെക്കാൾ പ്രായം കൂടുതലുള്ളവരോട് പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ പദം. മര്യാദ കാണിക്കുന്ന വാക്കാണിത്. ദയവായി വരൂ, ദയവായി പറയൂ, ദയവായി ആഹാരം കഴിക്കൂ തുടങ്ങിയ പദങ്ങൾ പ്രയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ദയവായി സൂത്രം മലയാളത്തിലും ഇംഗ്ലീഷിലും ചെറിയ ചെറിയ വാക്യങ്ങൾ. ദയവായി നോക്കൂ എന്ന മലയാള വാക്യത്തിന് ഇംഗ്ലീഷിൽ പ്ലീസ് സീ, ദയവായി പോകൂ എന്നതിന് പ്ലീസ് ഗോ. സാധാരണയായി ഗോ എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ പോ എന്ന അർത്ഥം മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ മര്യാദയില്ല എന്നത് കാണാം. എന്നാൽ ഇങ്ങനെ കൂട്ടുകാരോട് പറയാം, നീ അവിടെ പോ, ഇവിടെ വാ, ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ തീരെ മര്യാദയില്ലാത്ത നില വരുന്നത് കണ്ടില്ലേ? പോ എന്നാൽ ഗോ, ദയവായി പോകൂ എന്നാൽ പ്ലീസ് ഗോ. ഇത്തരം വാക്യങ്ങൾ നിങ്ങൾ ദൈനംദിനം ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ് അല്ലേ? നിങ്ങളുടെ കൂട്ടുകാരനോട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ മുതിർന്നവരോട് ഒരിക്കലും ഇങ്ങനെ ഉപയോഗിച്ചു കൂടാ. നിങ്ങളുടെ മര്യാദ നഷ്ടപ്പെട്ടേക്കും. ഇതെല്ലാം ഒരു സൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നു. ഓരോ ഭാഷയിലും സ്ഥലത്തും വിവിധ തരം മര്യാദയുള്ള വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ദയവായി എഴുതൂ എന്നതിന് ഇംഗ്ലീഷിൽ പ്ലീസ് റൈറ്റ്, ദയവായി നോക്കൂ എന്നതിന് പ്ലീസ് സീ, ദയവായി പാടൂ എന്നതിന് പ്ലീസ് സിംഗ്, ദയവായി ആഹാരം കഴിക്കൂ എന്നതിന് പ്ലീസ് ഈറ്റ്, ദയവായി കണ്ടുമുട്ടുക എന്നതിന് പ്ലീസ് മീറ്റ്, ദയവായി വാങ്ങൂ എന്നതിന് പ്ലീസ് ബൈ, ദയവായി ഇരിക്കൂ എന്നതിന് പ്ലീസ് സിറ്റ്, ദയവായി സംസാരിക്കൂ എന്നതിന് പ്ലീസ് ടോക്ക്, ദയവായി കളിക്കൂ എന്നതിന് പ്ലീസ് പ്ലേ. ശരി, ഇപ്പോൾ ഈ ചെറിയ ചെറിയ വാക്യങ്ങൾ കൊണ്ട് വലിയ വാക്യങ്ങൾ നിർമ്മിക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ദയവായി സൂത്രത്തോടൊപ്പം വാക്യങ്ങൾ. നമ്പർ 1, ദയവായി വേഗത്തിൽ വരൂ, പ്ലീസ് കം ഏർലി. നമ്പർ 2, ദയവായി ഇവിടെ കാത്തിരിക്കൂ, പ്ലീസ് വെയിറ്റ് ഹിയർ. നമ്പർ 3, ദയവായി ഇവിടെ നിൽക്കൂ, പ്ലീസ് സ്റ്റാൻഡ് ഹിയർ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നമ്പർ 4, ദയവായി ഒരു ടംബ്ലർ വെള്ളം തരൂ, പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന ഈ വാക്യം നോക്കുക. ആദ്യമായി മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. സാധാരണ നിലയിൽ ഇംഗ്ലീഷിൽ അറിവ് കുറഞ്ഞവർക്ക് പോലും പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ മനസ്സിലാകും. ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ ക്യാൻ യു പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് മുതിർന്നവരോട് പറയാം. ക്യാൻ യു ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നും പറയാം. പ്ലീസ് എന്ന പദം ഉപയോഗിക്കാതെ വന്നാലും തിരക്കേടില്ല. പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വാക്യം കൂടുതൽ മര്യാദയുള്ളതായി തീരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. നാം പലപ്പോഴും ഉപയോഗിക്കാറുള്ള ക്യാൻ എന്നാൽ എന്ത്, കുഡ് എന്നാൽ എന്ത്, കുഡ് യു, വിൽ യു എന്നാൽ എന്ത്. ഇപ്പോൾ ഇവയെപ്പറ്റി ചിന്തിക്കേണ്ട. ഏതെങ്കിലും ഒരു ജോലി ദയവായി ചെയ്യൂ എന്ന് പറയുമ്പോൾ പ്ലീസ് എന്ന പദം ഉപയോഗിച്ച് ആ വെർബ് ഉപയോഗിക്കുക. ഓക്കെ, നമ്പർ 5, ഓട്ടോവിൽ ദയവായി വരൂ. നമ്പർ 6, ദയവായി ചെന്നൈയിലേക്ക് വരൂ, പ്ലീസ് കം ബൈ ഓട്ടോ. നമ്പർ 6, ദയവായി ചെന്നൈയിലേക്ക് വരൂ, പ്ലീസ് കം ടു ചെന്നൈ. നമ്പർ 7, ദയവായി ഇവിടെ ഇരിക്കൂ, പ്ലീസ് സിറ്റ് ഹിയർ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നമ്പർ 8, ഈ മേൽവിലാസം ദയവായി പറഞ്ഞു തരൂ, പ്ലീസ് ടെൽ ദിസ് അഡ്രസ്. നമ്പർ 9, ദയവായി ഈ ആപ്ലിക്കേഷൻ അവിടെ കൊടുക്കൂ, പ്ലീസ് ഹാൻഡ് ഓവർ ദിസ് ആപ്ലിക്കേഷൻ ദർ. നമ്പർ 10, ദയവായി നേരിട്ട് സംസാരിക്കൂ, പ്ലീസ് ടോക്ക് ഡയറക്ട്ലി.
മേൽ കൊടുത്ത വാക്യങ്ങൾ നമ്മളെക്കാൾ പ്രായമുള്ളവരോടോ ഓഫീസർമാരോടോ പ്രയോഗിക്കണം. ബിറ്റ്വീൻ എൽഡേഴ്സ് ആൻഡ് ഓഫീസേഴ്സ്. ഇപ്പോൾ ഇതിന്റെ പൊതുസൂത്രം പറയാമോ? ഓക്കെ,